ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. ഇതൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. ടീം ഓഫ് ദ വീക്ക് 4. ഇപ്പോൾ കഴിഞ്ഞ 3 ആഴ്ചകളിലും അതാത് ആഴ്ചകളിലെ ഒരു ബെസ്റ്റ് പ്ലേയിങ് ടൂൾ നമ്മൾ തിരഞ്ഞെടുത്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ 4ാമത്തെ ആഴ്ചയിലെ മികച്ച താരങ്ങളെ, അതായത് ഏപ്രിൽ 14 മുതൽ 21 വരെ നടന്ന മത്സരങ്ങളെ അടിസ്ഥാനമാക്കി ഒരു ബെസ്റ്റ് പ്ലേയിങ് ടൂൾ നമ്മളിവിടെ സെലക്ട് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ എല്ലാ ടീം ഓഫ് ദി വീക്ക് വീഡിയോയിലും പറയുന്നത് പോലെ വെറും സ്റ്റാറ്റിസ്റ്റിക്സ് മാത്രം നോക്കിയല്ല ഞാൻ ഇവിടെ പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. ആ ഒരു ഇമ്പാക്റ്റോടെ നോക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു പ്ലേയിങ് 12 ചൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചൂസ് ചെയ്തതിനേക്കാൾ മികച്ചൊരു ടീം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അങ്ങനെയുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ ആഴ്ചയിലേതുപോലെ തന്നെ ഇത്തവണയും ഓപ്പണേഴ്സിന്റെ ഇടയിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് ടീമിൽ ഉൾപ്പെടുത്തണം എന്ന് ആഗ്രഹിച്ച 2 പേരെ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവസാനഘട്ട കോമ്പറ്റീഷൻ വന്നപ്പോഴേക്കും അവർക്ക് 2 പേർക്കും പകരം മറ്റു 2 താരങ്ങളാണ് ടീമിലെത്തിയത്. അപ്പോൾ അവരെ ഒന്ന് മെൻഷൻ ചെയ്തിട്ട് നമുക്ക് ഓപ്പണേഴ്സിലേക്ക് പോകാം. ഒന്ന് വിരാട് കോഹ്ലി. ഇപ്പോൾ വിരാട് കോഹ്ലി നമ്മുടെ പഞ്ചാബ് കിങ്സിനെതിരെ മുള്ളൻപൂരിൽ വളരെ മികച്ച ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. ആ ഒരു അല്പം സ്ലോയിഷ് ആയ ഒരു ട്രാക്കിൽ ആ ചേസ് പെർഫെക്റ്റ് ആയിട്ട് കോഹ്ലി കാൽക്കുലേറ്റ് ചെയ്തു. രണ്ടാമത്തത് രോഹിത് ശർമ്മ. ഇപ്പോൾ രോഹിത് ശർമ്മ കഴിഞ്ഞ CSKക്ക് മുമ്പുള്ള മത്സരം വരെ അതുവരെ എല്ലാ മത്സരങ്ങളിലും നമ്മുടെ പവർ പ്ലേയിൽ തന്നെ ഔട്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ CSKയുള്ള മത്സരത്തിൽ നല്ല രീതിയിൽ ഒരു മികച്ചൊരു 50 രോഹിത് ശർമ്മയും കണ്ടെത്തി. അപ്പോൾ ഇവരെ 2 പേരെയും എനിക്ക് ടീമിലിടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് ടീമിലേക്ക് പോകാം. ആദ്യത്തെ ഓപ്പണിംഗ് സ്ലോട്ടിൽ എത്തുന്നത് രാജസ്ഥാൻ റോയൽസിൽ നിന്നും യശസ്വി ജയ്സ്വാൾ. ജയ്സ്വാളിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ തുടങ്ങിയപ്പോൾ നല്ല ഫോമിലായിരുന്നില്ല. അപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിൽ നല്ലൊരു നോക്ക് കണ്ടെത്താനായിട്ട് ജയ്സ്വാൾ വിഷമിച്ചു. എന്നാൽ ഈ സീസൺ മുന്നോട്ട് പോയപ്പോൾ തൻ്റെ ഒരു മികച്ച ടച്ചിലേക്ക് ജയ്സ്വാൾ തിരികെ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ നമ്മൾ ഈ അനലൈസ് ചെയ്ത വീക്കിൽ 2 മത്സരങ്ങളാണ് RR കളിച്ചത്. ഇതിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 37 പന്തിൽ 51, LSGക്കെതിരെ 52 പന്തിൽ 74. 2 മത്സരങ്ങളിൽ നന്നായിട്ട് കളിച്ചു. എന്നാൽ ജയ്സ്വാളിന്റെ വിക്കറ്റ് പോയി കഴിഞ്ഞ് പിന്നീട് ഒരു മത്സരത്തിൽ നിതീഷ് റാണ കുറച്ചുകൂടി കളിച്ചു. അടുത്ത മത്സരത്തിൽ കാര്യമായിട്ടൊന്നും ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. 2 മത്സരങ്ങളിലും രാജസ്ഥാന് തോൽവിയായിരുന്നു ഫലം. എങ്കിലും എനിക്ക് ആ ഒരു ഫോമിലേക്ക് തിരികെ വന്ന ജയ്സ്വാളിന്റെ ഒരു പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ജയ്സ്വാളിനെ ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇടുന്നത്. അപ്പോൾ ജയ്സ്വാളിന്റെ ഓപ്പണിംഗ് പാർട്ണറായി എത്തുന്നത് മറ്റൊരു ഇന്ത്യൻ താരമായ ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ശുഭ്മാൻ ഗിൽ. ശുഭ്മാൻ ഗിൽ ഇന്നലത്തെ ഒരു ഒറ്റ പെർഫോമൻസിന്റെ ബലത്തിലാണ് ഈ ടീമിൽ എത്തിയത്. ഇപ്പോൾ അതിന് മുൻപ് കളിച്ച കളി ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 5 പന്തിൽ നിന്ന് 7 റൺസ് മാത്രമാണ് എടുക്കാൻ കഴിഞ്ഞത്. അത് റൺഔട്ട് ആയിരുന്നു. ഇന്നലത്തെ മത്സരത്തിലേക്ക് വന്നപ്പോൾ ഈഡൻ ഗാർഡൻസിലെ ബാറ്റിങ്ങിനെ തുണയ്ക്കുന്ന തനത് പിച്ച് ആയിരുന്നില്ല. കുറച്ചൊരു സ്ലോയിഡ് സർഫസ് ആയിരുന്നു. പവർ പ്ലേയിൽ അത്രയും ഒരു സ്ട്രൈക്ക് റേറ്റിൽ കളിച്ചില്ലെങ്കിലും മിഡിൽ ഓവേഴ്സിൽ നന്നായിട്ട് ആക്സലറേറ്റ് ചെയ്യാൻ ഗില്ലിനായി. ആ ഒരു നോക്ക് മാച്ചിലെ ഒരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് ശുഭ്മാൻ ഗില്ലിനെ ഇട്ടത്. അപ്പോൾ ഓപ്പണിംഗ് സ്ലോട്ട്സിൽ ജയ്സ്വാൾ, ഗിൽ. ഇനി 1 ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിരുന്നു. ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് ജോസ് ബട്ട്ലർ. ബട്ട്ലറിന്റെ ഈ പെർഫോമൻസ് കാണുമ്പോഴാണ് രാജസ്ഥാൻ എത്ര വലിയ നഷ്ടമാണ് ബട്ട്ലറിനെ റീറ്റെയിൻ ചെയ്യാത്തതിലൂടെ വരുത്തിയത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഈ ഒരു വീക്കിൽ നടന്ന 2 മത്സരങ്ങൾ നോക്കിയാൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ 54 പന്തിൽ 97. അപ്പോൾ ആ ഒരു മത്സരത്തിൽ GTA സിംഗിൾ ഹാൻഡഡ്ലി വിജയത്തിലെത്തിച്ചു. 204 പോലൊരു സ്കോർ ചേസ് ചെയ്യാൻ നമ്മുടെ GTA ഹെൽപ്പ് ചെയ്ത ബട്ട്ലറാണ്. ഇനി കഴിഞ്ഞ മത്സരം ഇന്നലെ KKRനെതിരെ നടന്ന മത്സരത്തിൽ 23 പന്തിൽ 41. അപ്പോൾ അറിയാലോ, പവർ പ്ലേ അത്ര വലിയൊരു സ്കോർ വന്നിരുന്നില്ല. മിഡിൽ ഫേസിലാണ് ഇവർ ആക്സലറേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഫൈനൽ പുഷ് കൊടുക്കാൻ ബട്ട്ലറിന് ഇന്നിംഗ്സിന് കഴിഞ്ഞു. തുടർച്ചയായിട്ട് വന്നിട്ട് പടപടാന്നൊരു ഹാട്രിക് 4 ഒക്കെ അടിച്ചുകൊണ്ടാണ് ബട്ട്ലർ തുടങ്ങിയത്. അപ്പോൾ നല്ലൊരു ഇന്നിംഗ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കൊരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിരുന്നു. അതായത് എനിക്ക് ഒരുപാട് തലപോകേണ്ടി വന്നില്ല ബട്ട്ലറിന്റെ ഇൻക്ലൂഷന്റെ കാര്യത്തിൽ. ഇനി നമ്പർ 4. ആക്ച്വലി ഇപ്പോൾ നമ്മുടെ പല ടീം ഓഫ് ദി വീക്കിലും നമ്മുടെ യഥാർത്ഥത്തിൽ നമ്പർ 3 കളിക്കുന്ന പ്ലെയർ ആണ് നമ്മൾ നമ്പർ 4ലേക്ക് ചൂസ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ മറ്റൊരു പ്ലെയറിനെ നമുക്ക് നമ്പർ 3യിൽ കൂടുതൽ സ്യൂട്ടഡ് ആയിട്ട് തോന്നിയത് കൊണ്ട്, അതായത് നമ്പർ 3 പൊസിഷനിൽ കളിക്കുന്ന 2 പേര് ഈ ടീമിൽ വേണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഒരാളെ നമ്പർ 4ലേക്ക് തട്ടുകയാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ കഴിഞ്ഞ 2 ടീമിലും അത് നിക്കോളാസ് പൂറാൻ ആയിരുന്നു. ഇത്തവണ സൂര്യകുമാർ യാദവ്. സൂര്യയുടെ കാര്യം പറയുമ്പോൾ സൂര്യയും ഈ സീസൺ തുടങ്ങുമ്പോൾ ഒരു ബാഡ് പാച്ചിലായിരുന്നു. അതായത് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയും ഒരു ലീൻ പാച്ചിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്ലെയർ ആയിരുന്നു സൂര്യ. എന്നാൽ മികച്ച ഫോമിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ സൺറൈസേഴ്സിനെതിരെ 15 പന്തിൽ 26, ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 30 ബോളിൽ 68. അപ്പോൾ മുംബൈ തങ്ങളുടെ സ്പിൻ അറ്റാക്കിലൂടെയാണ് ചെന്നൈയെ വരിഞ്ഞു മുറുക്കിയത്. എന്നാൽ അതേസമയം CSKയുടെ ബോളിംഗ് വന്നു കഴിഞ്ഞപ്പോൾ സ്പിന്നിനെ നല്ല അറ്റാക്കിംഗ് രീതിയിൽ തന്നെ സൂര്യ കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് സൂര്യ ഇത്തവണ ഈ ടീമിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്പർ 4 സൂര്യകുമാർ യാദവ്. നമ്പർ 5 ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്. സ്റ്റബ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സ്കോറൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ RRനെതിരെ 18 ബോളിൽ 34, GTക്കെതിരെ 21 ബോളിൽ 31. ഈ 2 ചെറിയ ഇന്നിംഗ്സുകൾ മാത്രമാണ്. പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഇപ്പോൾ RRനെതിരെ നല്ലൊരു സ്കോറിലേക്ക് അവരെ പുഷ് ചെയ്തത് സ്റ്റബ്സിന്റെ ഒരു ഫിനിഷിംഗ് ആയിരുന്നു. GTക്കെതിരെയും അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ കളിച്ചു. ഇതിന് മുമ്പുള്ള മത്സരങ്ങളിലും നല്ല കോൺട്രിബ്യൂഷൻസ് സ്റ്റബ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമ്പാക്ട് പരിഗണിച്ചിട്ടാണ് വലിയൊരു 50+ സ്കോർ ഒന്നും ഇല്ലെങ്കിലും സ്റ്റബ്സിനെ 5ാം സ്ഥാനത്തേക്ക് ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്പർ 6 ടിം ഡേവിഡ് RCBയിൽ നിന്ന്. ഇപ്പോൾ RCB 2 മത്സരങ്ങൾ കളിച്ചു. 2ഉം പഞ്ചാബിനെതിരെ ആയിരുന്നു. അതിലൊരു മത്സരത്തിൽ നമ്മുടെ ടിം ഡേവിഡ് ബാറ്റ് ചെയ്യേണ്ടി വന്നില്ല. അതിന് മുമ്പ് RCB ജയിച്ചു. ഇതിൽ RCB തോറ്റ മത്സരത്തിൽ 26 പന്തിൽ 50 റൺസ്. അതായത് സ്വന്തം ടീം 7 വിക്കറ്റ് നഷ്ടത്തിൽ 42 എന്നൊരു ദയനീയ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു 50 അടിച്ച് ടീമിനെ ഒരു 95 റൺസിലെങ്കിലും എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു കമന്റബിൾ ജോബാണ്. കാരണം ബാക്കിയുള്ള ബാറ്റേഴ്സിന് ആർക്കും ആ ഒരു പിച്ചിൽ ആ ഒരു സിങ്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പഞ്ചാബ് ടീമിന്റെ നോക്കിയാലും നെഹാൽ വധേര മാത്രമാണ് ഒരു ഫ്ലോലെസ് ആയിട്ട് കളിച്ചു എന്ന് പറയാം. അവിടെയും ഒരു പ്ലാൻ മിസ്സസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ടിം ഡേവിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്നിംഗ്സിലുടനീളം ഫുൾ കൺട്രോളിലായിരുന്നു. തുടക്കം മുതലേ ക്ഷമയോടെ കളിച്ചിട്ട് പിന്നീട് ഹർപ്രീത് ബ്രാറിനെയും ബാഡ്ലെറ്റിനെയും ഒക്കെ അറ്റാക്ക് ചെയ്യാൻ ടിം ഡേവിഡിനായി. ആ മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ച് ആയതും ടിം ഡേവിഡ് ആണ്. RCB തോറ്റിട്ടും മാൻ ഓഫ് ദ മാച്ച് ടിം ഡേവിഡ് ആയി. അതുകൊണ്ട് ആ ഒറ്റ ഇന്നിംഗ്സ് കൊണ്ടാണ് നമ്മൾ ടിം ഡേവിഡിനെ ചൂസ് ചെയ്തത്. ഇപ്പോൾ RCBക്കായിട്ട് ഏതൊക്കെ മത്സരത്തിൽ ഡേവിഡ് ഇറങ്ങിയിട്ടുണ്ടോ ആ മത്സരത്തിലെല്ലാം നല്ല പെർഫോമൻസ് ഡേവിഡ് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി 7ാം സ്ഥാനത്തേക്ക് പഞ്ചാബ് കിങ്സിൽ നിന്നും മാർക്കോ യാൻസൺ. മാർക്കോ യാൻസന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ്. ഇപ്പോൾ പഞ്ചാബ് നമ്മുടെ KKRനെതിരെ ആ ഒരു ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്ത മത്സരത്തിൽ 3.1 ഓവറിൽ 17 റൺസ് വഴങ്ങി 3 വിക്കറ്റ്. അതുപോലെ RCBക്കെതിരെ ബാംഗ്ലൂരിൽ 3 ഓവറിൽ 10 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ഇനി ഇവർ തോറ്റ കളി, പഞ്ചാബ് തോറ്റ കളി 3 ഓവറിൽ 20 റൺസ് മാത്രമേ നമ്മുടെ മാർക്കോ യാൻസൺ വിട്ടുകൊടുത്തിട്ടുള്ളൂ. അതായത് നല്ല ഇക്കണോമിക്കലായിട്ട് ബോൾ ചെയ്തു. ഈ ഒരു 3 മത്സരങ്ങളിൽ നിന്ന് 5 വിക്കറ്റ് സ്വന്തമാക്കാനും മാർക്കോ യാൻസനായി. അപ്പോൾ മാർക്കോ യാൻസനാണ് നമ്മുടെ നമ്പർ 7 വരുന്നത്. ബാറ്റ് ചെയ്യാനും കഴിവുള്ള താരമാണ്. ഇനി നമ്പർ 8 RCBയിൽ നിന്ന് ഭുവനേശ്വർ കുമാർ. ഭുവിയുടെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ പഞ്ചാബിനെതിരെ തോറ്റ മത്സരത്തിൽ 3 ഓവറിൽ 26 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ജയിച്ച മത്സരത്തിൽ 4 ഓവറിൽ വിക്കറ്റ് ഒന്നും എടുത്തില്ലെങ്കിലും 26 റൺസ് മാത്രമേ വഴങ്ങിയുള്ളൂ. അപ്പോൾ അവസാന ഡെത്ത് ഓവേഴ്സ് ഒക്കെ ഹേസൽവുഡുമായിട്ട് ചേർന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഭുവി ബോൾ ചെയ്തത്. അതുകൊണ്ടാണ് വിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി. അതായത് ഡെത്ത് ഓവേഴ്സിൽ ശശാങ്ക് സിംഗിന് ഒന്ന് അറ്റാക്ക് ചെയ്യാൻ അവസരം പോലും ഭുവി കൊടുത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഭുവിയെ 8ാം നമ്പറിലേക്ക് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്യൂർ ഇമ്പാക്ട്, ഇപ്പോൾ ആ മത്സരം കണ്ടവർക്ക് അറിയാം ഭുവിയുടെ ആ ഒരു സ്പെല്ല് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു. അതായത് വിക്കറ്റ് ഒന്നും ഇല്ലെങ്കിലും ആ ഒരു സ്പെല്ല് മത്സരഫലത്തെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ആ മത്സരം കണ്ടവർക്ക് അറിയാം. അപ്പോൾ ആ ഒരു ഇമ്പാക്ടിന്റെ പുറത്താണ് ഭുവനേശ്വർ കുമാർ വന്നത്. പിന്നെ എനിക്ക് ഹേസൽവുഡിനെയും താല്പര്യം ഉണ്ടായിരുന്നു, ഹേസൽവുഡിനെ ആഡ് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഓൾറെഡി നമ്മുടെ ടീമിൽ 4 ഫോറിൻ പ്ലേയേഴ്സ് ആയിട്ടുണ്ട്. ബട്ട്ലർ, സ്റ്റബ്സ്, ടിം ഡേവിഡ്, മാർക്കോ യാൻസൺ. അതുകൊണ്ട് മാത്രമാണ് ഹേസൽവുഡിനെ ഉൾപ്പെടുത്താനാവാതെ പോയത്. ഇനി നമ്പർ 9ലേക്ക് ഈ ഒരു ടീമിൽ ഒരേ ഒരു സ്പിന്നർ മാത്രമേ ഉള്ളൂ. അത് യുസ്വേന്ദ്ര ചഹലാണ് പഞ്ചാബ് കിങ്സിൽ നിന്ന്. ഇപ്പോൾ ആദ്യത്തെ മത്സരങ്ങളിലൊന്നും ആ ഒരു RCBക്ക് കളിച്ച പോലെയോ RRന് കളിച്ച പോലെയോ ഒന്നും പെർഫോം ചെയ്യാൻ ചഹലിന് കഴിഞ്ഞില്ല. കൊൽക്കത്തക്കെതിരായ മത്സരത്തിൽ ആ ഒരു ലോ ടോട്ടൽ ഡിഫെൻഡ് ചെയ്യാൻ നമ്മുടെ പഞ്ചാബ് കിങ്സിനെ സഹായിച്ചത് ചഹലിന്റെ പെർഫോമൻസ് ആയിരുന്നു. 4 ഓവറിൽ 28 റൺസ് മാത്രം വഴങ്ങി 4 വിക്കറ്റ്. അതും റസൽ ഒരു ഓവറിൽ 16 റൺസ് അടിച്ചതുകൊണ്ടാണ്. അതിന് മുമ്പ് 3 ഓവറിൽ 12 റൺസ് വഴങ്ങി 4 വിക്കറ്റ് എന്നുള്ളതായിരുന്നു നമ്മുടെ ചഹലിന്റെ ഫിഗർ. എക്സലന്റ് പെർഫോമൻസ് ആയിരുന്നു. തൊട്ടടുത്ത മത്സരത്തിൽ ബാംഗ്ലൂരിൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ RCBക്കെതിരെയും ആ പെർഫോമൻസ് ചഹൽ ആവർത്തിച്ചു. 3 ഓവറിൽ 11 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. എന്നാൽ പിന്നീട് മുള്ളൻപൂരിൽ എത്തിയപ്പോൾ ആ ഒരു പെർഫോമൻസിൽ കുറച്ച് ഡിപ്പുണ്ടായി. 4 ഓവറിൽ 36 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. പക്ഷേ ആ 2 മത്സരങ്ങളിലെ പ്രകടനമാണ് നമ്മുടെ ചഹലിന് ഇവിടെ ഒരു സ്ഥാനം നേടിക്കൊടുത്തത്. ഇനി 10ാം നമ്പറിലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്പ്രീത് ബുംറ മുംബൈ ഇന്ത്യൻസിൽ നിന്നും. ഇപ്പോൾ ബുംറ തിരിച്ചു വന്നിട്ട് അധികമായിട്ടില്ല. പക്ഷേ ഇപ്പം വന്ന RCBക്കെതിരായ മത്സരത്തിലായാലും അത് കഴിഞ്ഞ് ഈ ഒരു വീക്കിൽ വന്ന SRHനെതിരായ മത്സരത്തിലായാലും CSKക്കെതിരെ മത്സരത്തിലായാലും എല്ലാം ഇക്കണോമിക്കലായിട്ടാണ് നമ്മുടെ ബുംറ ബോൾ ചെയ്യുന്നത്. ഇടയ്ക്ക് DCക്കെതിരെ മാത്രമാണ് കരുൺ നായർ ബുംറ അറ്റാക്ക് ചെയ്തുകൊണ്ട് ബുംറയുടെ ഫിഗർ സ്ലൈറ്റ്ലി ഒന്ന് മോശമായത്. ഇപ്പോൾ ഈ വീക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സൺറൈസേഴ്സിനെതിരെ 4 ഓവറിൽ 21 റൺസ് വഴങ്ങി 1 വിക്കറ്റ്. CSKക്കെതിരെ 4 ഓവറിൽ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അപ്പോൾ 8 ഓവറിൽ നിന്നും 46 ബിലോ 6 ആണ് ഇക്കോണമി റേറ്റ്. അത് മാത്രമല്ല 3 വിക്കറ്റുകൾ ബുംറ വീഴ്ത്തി. ഇനി 11ാം നമ്പറിലേക്ക് കഴിഞ്ഞ 2 ആഴ്ചയിലും നമ്മുടെ ടീം ഓഫ് ദി വീക്കിൽ ഉണ്ടായിരുന്ന പ്ലെയർ ആണ് GTയിൽ നിന്നും പ്രസീദ് കൃഷ്ണ. ഇപ്പോൾ പർപ്പിൾ ക്യാപ്പും പ്രസീദ് കൃഷ്ണയുടെ പക്കൽ തന്നെയാണ്. DCക്കെതിരായ മത്സരത്തിൽ പ്രസീദ് 4 ഓവറിൽ 41 റൺസ് വഴങ്ങി 4 വിക്കറ്റ്. കൊൽക്കത്തക്കെതിരെ 4 ഓവറിൽ 25 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. ഇപ്പോൾ DCക്കെതിരെ 4 ഓവർ 41 റൺസ് വഴങ്ങിയത് ഈ സീസണിൽ തന്നെ അത്രയും റൺസ് വഴങ്ങിയ മത്സരങ്ങൾ ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ മത്സരങ്ങളിലും 20നും 28നും ഇടയിലാണ് നമ്മുടെ പ്രസീദ് കൃഷ്ണ വഴങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇക്കണോമിക്കലായിട്ട് മാത്രമല്ല വിക്കറ്റ് എടുക്കാനും പ്രസീദിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് പർപ്പിൾ ക്യാപ്പ് പ്രസീദിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ പ്രസിഡന്റ് തലയിലാണ് പർപ്പിൾ ക്യാപ്പ്. അതുകൊണ്ട് തന്നെ ഞാൻ നമ്പർ 3 ബട്ട്ലറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആയിരുന്നു പ്രസീദ് കൃഷ്ണ. ഇപ്പോൾ കഴിഞ്ഞ 3 വീക്കായിട്ട് ഒരു ഓട്ടോമാറ്റിക് ചോയ്സ് ആണ് പ്രസീദ് കൃഷ്ണ. അവിടെ എനിക്ക് തലവെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രസീദാണ് നമ്പർ 11. ഇനി ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് അബ്ദുൾ സമദ് ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്നും. ഇപ്പോൾ നമുക്കറിയാം LSGയുടെ ബാറ്റിംഗ് ലൈനപ്പിൽ ഫ്ലോപ്പ് എന്ന് പറയാവുന്നത്, അതായത് ഫോമിലല്ലാത്തത് പന്താണ്. ചെന്നൈക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രമാണ് ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്കോർ കണ്ടെത്താൻ പന്തിന് കഴിഞ്ഞത്. പക്ഷേ ഈ മത്സരങ്ങളിലെല്ലാം ഈ സീസൺ നോക്കിക്കഴിഞ്ഞാൽ 111 റൺസ് 222 സ്ട്രൈക്ക് റേറ്റിലാണ് സമദ് അടിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ വീക്കിലെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈക്കെതിരെ 11 പന്തിൽ 20, RRനെതിരെ 10 ബോളിൽ 30. അവസാന ഓവറിൽ സന്ദീപ് ശർമ്മയെ 4 സിക്സറുകളാണ് സമദ് അടിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നല്ലൊരു ടോട്ടൽ കണ്ടെത്താനായതും പിന്നീട് അവർ 2 റൺസിന് മത്സരം ജയിക്കുന്നതും. അപ്പോൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു സമദിന്റേത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്പാക്ട് പ്ലെയർ അബ്ദുൾ സമദാണ്. അപ്പോൾ ഞാൻ ടീം ഒന്നുകൂടെ ഒന്ന് പറയാം. ഓപ്പണേഴ്സ് ആയിട്ട് രാജസ്ഥാൻ റോയൽസിൽ നിന്നും ജയ്സ്വാൾ, ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നും ഗിൽ, അതുപോലെ 1 ഡൗൺ ആയിട്ട് ഗുജറാത്തിൽ നിന്ന് തന്നെ ജോസ് ബട്ട്ലർ, പിന്നീട് നമ്പർ 4 മുംബൈ ഇന്ത്യൻസിൽ നിന്നും സൂര്യകുമാർ യാദവ്, നമ്പർ 5 ഡൽഹി ക്യാപിറ്റൽസിൽ നിന്നും ക്രിസ്റ്റൻ സ്റ്റബ്സ്, നമ്പർ 6 RCBയിൽ നിന്ന് ടിം ഡേവിഡ്, നമ്പർ 7 പഞ്ചാബ് കിങ്സിൽ നിന്ന് മാർക്കോ യാൻസൺ, അതുപോലെ നമ്പർ 8 RCBയിൽ നിന്ന് ഭുവനേശ്വർ കുമാർ, നമ്പർ 9 പഞ്ചാബ് കിങ്സിൽ നിന്നും ചഹൽ, നമ്പർ 10 മുംബൈ ഇന്ത്യൻസിൽ നിന്നും ബുംറ, അതുപോലെ നമ്പർ 11 GTയിൽ നിന്നും പ്രസിദ്ധ് കൃഷ്ണ,
നമ്പർ 12 ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ലക്നൗ സൂപ്പർ ജയൻസിൽ നിന്നും നമ്മുടെ അബ്ദുൾ സമദ്. ഈ ടീമിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ചെയ്യുക. ഇനി നിങ്ങളുടേതായ ഒരു ബെസ്റ്റ് പ്ലേയിങ് 12 ഈ വീക്കിലി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.